Exercise 9.1 8th question. A statue 1.6 meter tall stands on the top of a pedestal from a point on the ground. The angle of elevation of the top of the statue is 60 degree and from the same point the angle of elevation of the top of the pedestal is 45 degree. Find the height of the pedestal. അതായത് ഒരു സ്റ്റാച്ചു നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി വെക്കും ഗ്രൗണ്ട് ലെവലില്. അതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റാച്ചു ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പെഡസ്റ്റൽ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെയുള്ള സ്റ്റാച്ചു. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ഈ ബോട്ടം സൈഡ് ഇങ്ങനെ കാണുന്നു. ഇതിന്റെ ടോപ്പ്, സ്റ്റാച്ചുവിന്റെ ടോപ്പും ഇതേ പോയിന്റിൽ നിന്ന് വേറെ ഒരു ആംഗിൾ കാണുന്നു. ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 45 ഡിഗ്രി. ഈ ഒരു ആംഗിള് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എത്ര, ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് എത്ര, അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ ക്വസ്റ്റ്യനെ ഒരു ഫിഗറിലേക്ക് മാറ്റുക. അപ്പോ ആദ്യം ഒരു പെഡസ്റ്റലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, ഗ്രൗണ്ട് ലെവലിലുള്ള ലൈൻ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇനി ഈ പെഡസ്റ്റലിന്റെ മുകളിലാണ് സ്റ്റാച്ചു നിൽക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്ന സ്റ്റാച്ചു. ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്ന് ഈ സ്റ്റാച്ചുവിന്റെ ബോട്ടം സൈഡ് ഈ ഒരു ആംഗിളിൽ കാണുന്നു. ആൻഡ് ഈ സ്റ്റാച്ചുവിന്റെ മുകളറ്റം, ടോപ്പ്, മറ്റൊരു ആംഗിൾ ഇതേ പോയിന്റിൽ നിന്ന് തന്നെ ഒബ്സർവർ വാച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോട്ടം സൈഡ് കാണുന്ന ആംഗിൾ 45 ഡിഗ്രിയും ടോപ്പിലേക്ക്, സ്റ്റാച്ചുവിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയുമാണ്. ഇവിടെ തന്നിരിക്കുന്ന മെഷർമെന്റ്സ് 1.6 ആണ് സ്റ്റാച്ചുവിന്റെ ഹൈറ്റ്. 1.6 ഈ ഒരു ഹൈറ്റ് ആണ് 1.6. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തിനെ മാത്രം വെച്ചുകൊണ്ട് ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ട്രയാംഗിളിന് നമുക്ക് പേര് കൊടുക്കാം ABC ആൻഡ് D. നമുക്കിവിടെ സ്റ്റാച്ചുവിന്റെ ഹൈറ്റ് മാത്രമാണ് അറിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് ഉണ്ട്. ഈ രണ്ട് ട്രയാംഗിളിനെ കൺസിഡർ ചെയ്ത് BCയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം DC റെപ്രസെന്റ് ദ സ്റ്റാച്ചു ആൻഡ് BC റെപ്രസെന്റ്സ് ദ പെഡസ്റ്റൽ. അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. തൽക്കാലം നമുക്കതൊന്ന് എഴുതാം. DC represents the statue and BC represents the pedestal. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് BCയുടെ ലെങ്ത് ആണ്. സ്റ്റാച്ചുവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ABC എന്ന ഫസ്റ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഈ ആംഗിൾ 45, ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ 45 തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ ആണ്. ഈ സൈഡിന്റെ ലെങ്തും ഈ സൈഡിന്റെ ലെങ്തും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: കൺസിഡറിങ് ഐസോസെലസ് റൈറ്റ് ട്രയാംഗിൾ ABC. ABC ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് അതിന്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയ ABയും BCയും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതി വെക്കാം therefore AB is equal to BC. ഇനി ഈ BCയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, which is the height of the pedestal. അതിനെ നമുക്ക് H ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ is equal to H എന്ന് എഴുതി വെക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡറിങ് റൈറ്റ് ട്രയാംഗിൾ ABD. ABD എന്ന വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ അവിടെയുള്ള അക്യൂട്ട് ആംഗിൾ 60 ആണ്. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും അഡ്ജസന്റ് സൈഡും കൂടെ ചേർത്ത് tan 60 എന്ന റേഷ്യോ എഴുതിയാൽ ഓപ്പോസിറ്റ് സൈഡ് BD ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈസ് AB. tan 60യുടെ വാല്യൂ √3 is equal to BDയുടെ ലെങ്ത് എന്ന് പറയുന്നത്. BDയുടെ ലെങ്ത് ഈ ഫുൾ ലെങ്ത് ആണ്. BCയും DCയും കൂടി ആഡ് ചെയ്യുന്നതാണ് BDയുടെ ലെങ്ത്. BCയുടെ ലെങ്തിനെ നമ്മൾ H ആയിട്ടും DCയുടെ ലെങ്ത് 1.6 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BDക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം: H plus 1.6 ഡിവൈഡഡ് ബൈ BCയുടെ ലെങ്ത് ABയുടെ ലെങ്തിന് ഈക്വൽ ആണ്. അതിനെ ഇവിടെ നമ്മൾ H ആയി എഴുതി. ദാറ്റ് മീൻസ് ഇത് H ആണ്. അപ്പൊ ABക്ക് പകരം നമുക്ക് H എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്താൽ H into √3 H is equal to 1 into this value. അതിനെ നമുക്ക് H plus 1.6 എന്ന് എഴുതാം. ഈ H നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതിയാൽ √3H minus H is equal to 1.6 എന്ന് എഴുതാം. ഇവിടെ നിന്ന് നമുക്ക് H കോമൺ ആയി എഴുതിയാൽ H into √3 minus 1 which is equal to 1.6 എന്ന് എഴുതാം.
That means h is equal to 1.6 divided by root 3 minus 1. ഇവിടെ ഡിനോമിനേറ്റർ റൂട്ട് 3 മൈനസ് 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഡിനോമിനേറ്ററിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി h is equal to 1.6 into മൈനസ് ആയതുകൊണ്ട് റൂട്ട് 3 പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. അതായത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും റൂട്ട് 3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.6 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് 1 റൂട്ട് 3 പ്ലസ് 1 എ മൈനസ് ബി എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവുമ്പോ റൂട്ട് 3യുടെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 divided by 3 minus 1 which is equal to 1.6 into root 3 plus 1 divided by 2 എന്ന ആൻസർ കിട്ടും. is equal to 1.6 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 0.8 എന്ന വാല്യൂ കിട്ടും. അപ്പൊ 0.8 into root 3 plus 1. ഇത് h നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ h എന്ന് പറയുന്നത് നമ്മുടെ പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതി വെക്കാം. Therefore the height of the pedestal is equal to 0.8 into root 3 plus 1 meter. Ninth question. The angle of elevation of the top of a building from the foot of the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 60 degree. If the tower is 50 meter high, find the height of the building. ഇവിടെ ഒരേ സമയം ഒരു ബിൽഡിങ്ങിനെ കുറിച്ചും ഒരു ടവറിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോ ബിൽഡിംഗ് ടവർ ഇതിൽ ഏതാണ് ഹൈറ്റ് കൂടിയതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മനസ്സിലാക്കാം. ടവറിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് വിച്ച് ഈസ് 50 മീറ്റർ ഹൈ. അപ്പോ ഒരു ടവറിനെ ഞാൻ വരയ്ക്കുന്നു 50 മീറ്റർ ഹൈറ്റിലുള്ളത്. അത് ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ലൈൻ കൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി പറയുന്നത് ഇങ്ങനെയാണ്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ ഈസ് 30 ഡിഗ്രി. ഈ ടവറിന്റെ ഇത് ടവറാണ്. ഈ ടവറിന്റെ ഫുട്ടിൽ നിന്നും ഇവിടെ മാറിയുള്ള ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഇതിനേക്കാൾ കുറവാണോ കൂടുതലാണോ എന്ന് നമുക്ക് ആംഗിൾ നോക്കിയാൽ മനസ്സിലാക്കാം. ഇവിടെ നിന്ന് ഇതിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. ആൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ, ടവറിന്റെ ടോപ്പിലേക്ക് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിന്റെ, അപ്പൊ ഇത് ബിൽഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ബിൽഡിങ്ങിന്റെ ഫുട്ടിൽ നിന്ന് ടവറിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രി ആംഗിൾ ആണ് കമ്പയറിംഗ് ടു 30 ഡിഗ്രി ആംഗിൾ വലിയ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 60 ഡിഗ്രി ആംഗിളാണ് ഇത് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഗ്രൗണ്ട് ലെവല് അവിടെ നിന്ന് 30 ഡിഗ്രി ആംഗിള് സപ്പോസ് ഇതാണെങ്കിൽ 60 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ വലിയ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം ഈ ഒരു ഫസ്റ്റ് സൈറ്റിൽ നിന്ന് ഇത്രയും മുകളിലോട്ട് നോക്കിയാലേ 60 ഡിഗ്രി ആംഗിൾ ആകൂ. അതായത് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ നിന്ന് 60 ഡിഗ്രിയിലാണ് ഇതിന്റെ മുകൾ ഭാഗം നോക്കി കാണുന്നത് എങ്കിൽ ഇവിടെ ഇത് 60 ഡിഗ്രി ആണ്. ഇവിടെ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോൾ വെറും 30 ഡിഗ്രി മതിയെങ്കിൽ അതിനർത്ഥം ടവറിനേക്കാൾ നീളം കുറവാണ് ബിൽഡിങ്ങിന്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ കൺസിഡർ ചെയ്താൽ ഇത് 30 ഡിഗ്രി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് ഹൈറ്റ് കൂടിയത്, ബിൽഡിംഗ് ആണോ ടവർ ആണോ എന്ന്. അതിനെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്താൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരേ സമയം ഒരു ബിൽഡിങ്ങും ഒരു ടവറും, ടവറിന്റെ ഫൂട്ടിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ 30 ഡിഗ്രിയും ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ 60 ഡിഗ്രിയുമാണ്. അപ്പോ ഫസ്റ്റ് സൈറ്റ് ഇതാണ്. 60 ഡിഗ്രി ഇങ്ങനെ നോക്കുന്നുവെങ്കിൽ അതിന്റെ ഹൈറ്റ് അത്രയും കൂടുതലായതുകൊണ്ടാണ് ഈ ഫസ്റ്റ് സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ഡൈവേർട്ട് ചെയ്ത് നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സൈറ്റ് ഇതാണ്. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ ഒരു ആംഗിൾ വരുന്നുള്ളൂ. അതിനർത്ഥം ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കമ്പയറിംഗ് ടു ദ ടവർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ നമുക്ക് ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിളിന് നമുക്ക് പേര് കൊടുത്താൽ എ ബി സി ഡി എന്ന് പേര് കൊടുക്കുന്നു. ബി സി എന്ന് പറയുന്നത് ടവറാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. ഇൻ ദ ഫിഗർ ബി സി ഈസ് ദ ടവർ
and AD is the building. ഈ AD യുടെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് H ആയി കൺസിഡർ ചെയ്യാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ആണ്, ABD എന്ന സ്മാൾ റൈറ്റ് ട്രയാങ്കിളും ABC എന്ന ലാർജ് റൈറ്റ് ട്രയാങ്കിളും. ഓരോ ട്രയാങ്കിളായി നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ABC കൺസിഡർ ചെയ്യുന്നു, കാരണം ഇതിന്റെ ഒരു സൈഡ് 50 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ ABC. അവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിരിക്കുന്നത്. അതിന്റെ അഡ്ജസന്റ് സൈഡാണ് AB. നമ്മൾ ഈ AB കണ്ടുപിടിച്ചാൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ABയുടെ സൈഡും ഇതും കൂടെ വെച്ചുകൊണ്ട് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എഴുതിയാൽ ബിൽഡിംഗിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് BC ആൻഡ് അഡ്ജസന്റ് സൈഡ് AB. അപ്പൊ എഴുതുന്ന റേഷ്യോ tan 60 is equal to BC divided by AB. tan 60 യുടെ വാല്യൂ √3 which is equal to BC യുടെ ലെങ്ത് തന്നിട്ടുണ്ട് 50 ഡിവൈഡഡ് ബൈ AB നമുക്ക് അറിയില്ല. ഡിവൈഡഡ് ബൈ 1 കൺസിഡർ ചെയ്താൽ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB into √3 is equal to 50 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ AB, therefore AB is equal to 50 divided by √3. അതിനർത്ഥം ഈ AB യുടെ ലെങ്ത് 50 divided by √3 ആണ്. അടുത്തതിൽ നമ്മൾ ABD എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എഴുതുന്നത് ഇങ്ങനെയാണ്, കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ ABD. ഇവിടെ ABD എന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്കറിയാം 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റ്, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് 30 ഡിഗ്രിയുടെ ടാൻ എഴുതാം. ടാൻ 30 ഈസ് ഈക്വൽ ടു 30യുടെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് AD ഡിവൈഡഡ് ബൈ 30യുടെ അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് AB. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്, ഈസ് ഈക്വൽ ടു AD നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് H ആയിട്ട് അസ്യൂം ചെയ്താൽ ABയുടെ ലെങ്ത് 50 ഡിവൈഡഡ് ബൈ √3 ആണ്. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 into H ഈസ് ഈക്വൽ ടു ഇത് 1 കൊണ്ട് 50/√3 മൾട്ടിപ്ലൈ ചെയ്താൽ 50/√3 എന്ന് തന്നെ കിട്ടും. അപ്പൊ H ഈസ് ഈക്വൽ ടു 50/√3 ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് ഡിവൈഡഡ് ബൈ √3 എന്നാകും. ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്താൽ ഈസ് ഈക്വൽ ടു 50/√3 റെസിപ്രോക്കൽ എഴുതുന്നു ഇൻറ്റു 1/√3. 50 into 1 50 ആണ്, ഡിവൈഡഡ് ബൈ √3 into √3 is 3. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം 50/3. 1 3 2 0 6 18 റിമൈൻഡർ 2. നമുക്ക് ഫൈനൽ ആൻസർ മിക്സഡ് ഫ്രാക്ഷനിൽ ഇങ്ങനെ എഴുതാം 16 2/3. മെഷർമെന്റ്സ് എല്ലാം മീറ്ററിലായതുകൊണ്ട് എഴുതാം മീറ്റർ. അപ്പൊ ഫൈനലി നമുക്ക് ആൻസർ എഴുതി വെക്കാം. therefore the height of the building is equal to 16 2/3 meter. ട്രിഗണോമെട്രിയിലെ ഓരോ ക്വസ്റ്റ്യൻസും നന്നായി മനസ്സിലാക്കിയതിനു ശേഷം നന്നായിട്ടൊരു പടം വരയ്ക്കുക, ഒരു ഫിഗർ വരയ്ക്കുക, അതിൽ തന്നിരിക്കുന്ന മെഷർമെന്റ്സും ആംഗിളും എഴുതിയതിനു ശേഷം ആ പടത്തിൽ നോക്കി വേണം പിന്നീട് ചെയ്യാൻ. പടം വരയ്ക്കുന്നത് തെറ്റിയാൽ ആൻസർ തെറ്റും എന്നുള്ളത് 100%. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വർക്ക് ചെയ്ത് പഠിച്ചാൽ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യുക.